പെരുന്നാൾ ഓഫർ പെരുന്നാൾ ഓഫർ പെരുന്നാൾ ഓഫർ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ അതെ ബ്രാൻഡഡ് ന്യൂസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം 14+, 15+, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. 20 വീണ്ടും കുറച്ചിട്ട് അത് എല്ലാ കളറും കഴിഞ്ഞ് നമ്മൾ ഞങ്ങൾ എത്രയാണോ ഇട്ടത് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇട്ട റേറ്റിന് നിങ്ങൾക്ക് സാധനം അതിന്റെ കൂടെ ഒരു ദിറംസ് പോലും ഞങ്ങൾ എക്സ്ട്രാ വാങ്ങില്ല. കയ്യിലുണ്ടെങ്കിൽ ഞാനൊരു S23 അൾട്ര മേടിക്കണമെങ്കിൽ അല്ല S24 അൾട്ര S23 ആയിക്കോട്ടെ S23 അൾട്ര മേടിക്കണമെങ്കിൽ എത്ര തരണം? അപ്പൊ ഒരു 15 Pro Max മേടിക്കണം എന്നിരിക്കുക. അപ്പൊ എന്റെ 13 Pro Max കൂടെ കൊണ്ടുവന്ന കണ്ടീഷൻ നല്ലതാണെങ്കിൽ അത്യാവശ്യം 13 Pro ആണെങ്കിൽ 999. അതെ അതൊക്കെ സ്പെഷ്യൽ ഓഫർ ആട്ടോ. അപ്പൊ അത്രയും സാധനങ്ങൾ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിങ്ങനെ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരാം. ഏത് കളറാണെങ്കിലും നിങ്ങൾ കിട്ടില്ല, ഏത് കളർ കൊടുക്കുമല്ലോ. ഏത് കളറിലും S23 ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഒരുപാട് ഷോപ്പിലൊക്കെ. അപ്പൊ അവരുടെ ഒരു ആഗ്രഹമായിരിക്കും ഒരു ലീവ് പെരുന്നാളിന് വേണമെന്നുള്ളത്. വെൽക്കം ടു BBA. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടി കേട്ടോ. പെരുന്നാൾ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. നമ്മൾ എവറസ്റ്റ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. പെരുന്നാൾ കച്ചവടമായിട്ടാണ് നടക്കുന്നത്. ഈ ക്രൗഡും കാര്യങ്ങളും ആൾക്കാരൊക്കെ കണ്ടത് നിങ്ങൾക്ക് അറിയും എന്താണ് പെരുന്നാൾ കച്ചവടം എന്ന്. പെരുന്നാൾ കച്ചവടം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പൊളിച്ചെടുക്കാനുള്ള വരെയുണ്ട്. അഷ്കർക്ക് എന്താണ് പ്രാവശ്യം ഓഫർ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം അല്ലേ അഷ്കർക്ക? പൊളിക്കല്ലേ? പൊളിച്ചെടുക്കുക. എന്തായാലും അഡ്വാൻസ്ഡ് ഈദ് മുബാറക് അല്ലേ? പെരുന്നാൾ വലിയ പെരുന്നാൾ ആഘോഷിക്കാൻ എല്ലാം റെഡി ആയിട്ടിരിക്കുകയെന്ന് അറിയാം നമുക്ക്. അപ്പൊ പെരുന്നാളിന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ ഓഫർ വീഡിയോ ആണ്. പൊളിച്ചെടുക്കാൻ പോകണ്ടേ? നമുക്ക് രണ്ടാമത്തെ വെച്ചാൽ നമുക്ക് പ്രത്യേകം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് പെരുന്നാൾക്ക് വില കൂടുന്നു. അതെ, പക്ഷെ നമ്മളെ കൂടെ കൂടിയാക്കി വില കൂട്ടുന്നില്ല, കുറച്ചിട്ട് കൊടുക്കാണ്. വീണ്ടും കുറച്ചിട്ട് കൊടുക്കാണ്. നല്ല റേറ്റിനാണ് കൊടുക്കാൻ പോകുന്നത്. അതിന് കൂടുതൽ ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യം പെരുന്നാളിന്റെ ദിവസം, അതായത് പെരുന്നാളിന് മുന്നേ ഉള്ള ദിവസമൊക്കെ നമുക്ക് ഇതേ ഓഫർ കണ്ടിന്യൂ ആണ്. പെരുന്നാളിന്റെ ദിവസം നമ്മൾ സ്റ്റാഫുകൾ ഒരു ലീവ് ആണെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെരുന്നാളിന് ഒരു കച്ചവടം വേണ്ടാന്ന് വെച്ചിട്ട് പെരുന്നാളിന് ലീവാണ്. കറക്റ്റ് പെരുന്നാളിന് മാത്രം. പക്ഷെ ആ ഒരു ഓഫർ നമ്മൾ പെരുന്നാളിന് ശേഷം 2 ദിവസം പൊതുവെ ലീവാണ്. അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പെരുന്നാളിന് അതേ ഡീൽ നമ്മളിപ്പോൾ പറയുന്ന ഡീലൊക്കെ പെരുന്നാളിന് ശേഷം 2 ദിവസം വരെ കിട്ടും. പെരുന്നാളിന് പൊതുവെ എന്നാലും ആളുകളൊക്കെ പോകും, എന്തായാലും കച്ചവടം സൺഡേ. അപ്പൊ അതിന്റെ ഒരു കമന്റ് എല്ലാം കേട്ടോ. അപ്പൊ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഒരുപാട് ഷോപ്പിലൊക്കെ. അപ്പൊ അവരുടെ ഒരു ആഗ്രഹമായിരിക്കും ഒരു ലീവ് പെരുന്നാളിന് വേണമെന്നുള്ളത്. ഒരു ലീവ് പെരുന്നാൾ വേണമെന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പൊ അങ്ങനെ ലീവ് ഇല്ലാത്തവരോ ലീവ് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് അടിച്ചേട്ടാ. ഈ അഷ്കർക്ക് ഈ ചെയ്തതിന്റെ ഒരു എന്താ വെച്ചാൽ അന്ന് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ, ലീവ് ഉള്ള ദിവസം. പക്ഷേ ഒരു പണിക്കാരെല്ലാം കൂടെ ഒരു ലീവ് വേണം എന്ന് പറഞ്ഞപ്പോൾ മുപ്പത് ലീവ് അങ്ങോട്ട് ആക്കി കൊടുത്തു. അപ്പൊ എന്തായാലും അതിന് എന്തായാലും ഒരു അടിപൊളി, അതെന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു. എന്തായാലും അപ്പൊ ഒരുപാട് ജോലി സന്തോഷത്തോടെ ഷോപ്പിലേക്കാണ്. എന്തായാലും ഒരു സന്തോഷം ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അപ്പൊ ഈ ലീവ് ആവുമ്പോൾ അതിന്റെ നമുക്ക് വിധിച്ചാണെങ്കിൽ അതിന് ശേഷം കൊണ്ടുവരും. അപ്പൊ നമ്മളിത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സൺഡേ ലീവ് ആയിരിക്കും കാണാം. മൺഡേ അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ 4 ദിവസം ലീവാണ്. അപ്പൊ എല്ലാ ഈ ഓഫർ ഉണ്ടാവും അല്ലേ? അതെ, തീർച്ചയായും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാം. സ്റ്റോക്ക് അതിനാണ് ഇത്രയും കൊണ്ടുവന്നത്. ഒരുപാട് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കും. ഒരു കൊടുക്കാത്ത പ്രശ്നം വരുന്നില്ല, സ്റ്റോക്ക് ഇല്ലാത്ത പ്രശ്നം വരുന്നില്ല. അതിന്റെ കൂടുതൽ നമ്മളെ കമന്റുകൾ നമ്മളിപ്പോ കമന്റ് വായിച്ചിട്ട് റീപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മൾ കമന്റിൽ നമ്മളിപ്പോ ഇതുവരെ നമ്മളിപ്പോ ഓഫർ ഇട്ട പീരീഡ് എല്ലാ പീരീഡും അല്ല, ഓഫർ ഒരു 3 ദിവസം 4 ദിവസം ഇട്ടിട്ടുണ്ട്. ആ പീരീഡ് ആരൊക്കെ വന്നോ അതേ റേറ്റ് നമ്മൾ കൊടുക്കലുണ്ട്. ബാക്കി കമന്റ് ഒക്കെ റീപ്ലൈ കൊടുക്കലുണ്ട്. പിന്നെ എന്നാൽ ഇതുവരെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഒരു കമന്റ് ഇപ്പോൾ ആരോ 1-2 ഷോപ്പുകാരാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ വാങ്ങുന്നുണ്ട്, അതുപോലെ ടാക്സ് വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അത് വാങ്ങുന്നുണ്ട്, ഇത് വാങ്ങുന്നുണ്ട്. ഞങ്ങൾ എത്രയാണോ ഇട്ടത് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇട്ട റേറ്റിന് നിങ്ങൾക്ക് സാധനം അതിന്റെ കൂടെ ഒരു ദിറംസ് പോലും ഞങ്ങൾ എക്സ്ട്രാ വാങ്ങില്ല. S24 അൾട്ര എടുത്തിട്ട് ഇപ്പൊ നമ്മൾ ഇതിനൊരു 3000 ദിർഹാണെന്ന് പറയാം, 3100 ദിർഹാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ റേറ്റ് മാത്രമാണ് വരുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് 5%, 10% ഒന്നും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാം, ഇതൊക്കെ ഞാൻ പറയുന്ന ക്യാഷ് പ്രൈസ് ആണ്. ആ ഒരു കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്ന പ്രൈസ് ക്യാഷ് പ്രൈസ് ആണ്. നിങ്ങൾ ക്യാഷ് എന്നാൽ ഈ പ്രൈസ് ഞാൻ സാധനം തരും. കാരണം ഇതെനിക്ക് ക്യാഷ് ആയിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ്. ഹോൾസെയിൽ റേറ്റിലാണ് ഞാൻ റീറ്റെയിലിംഗ് ഒക്കെ. ഹോൾസെയിൽ റേറ്റിൽ റീറ്റെയിൽ ചെയ്യാണ്. ക്യാഷ് പ്രൈസ് ആണ്. ക്യാഷ് ആര് തന്നു കഴിഞ്ഞാലും ക്യാഷ് പ്രൈസിന് ഞാൻ ഈ സാധനം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് കാർഡും ഇതൊന്നും അല്ലാതെ ക്യാഷ് പ്രൈസ് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാഷ് അല്ലാതെ കാർഡ് പേ ചെയ്യാൻ പറ്റും. കാർഡിൽ പേ ചെയ്യുന്നുണ്ട്. പക്ഷേ കാർഡാകുമ്പോൾ നോർമലിലേക്ക് കുറച്ചൊരു വ്യത്യാസം വരും. ക്യാഷിയറാണ് ക്യാഷ് ഡിസ്കൗണ്ട് ഞാൻ തരും. ആ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൈസ് ആണ് ഇപ്പൊ പറയുന്നത്. ക്യാഷ് ആയിട്ട് 100% നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെയിം പ്രൈസിന് മേടിച്ചിട്ട് പോകാം അല്ലേ? അതുപോലെ ടാബ് അത് വലിയ വ്യത്യാസം, ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. പിന്നെ ടാബിലാവുമ്പോൾ അതേപോലെ തന്നെ ഒറിജിനൽ പ്രൈസേ വരുന്നത്. ഉള്ളത് തുറന്നു തന്നെ പറയാലോ. ചില ആൾക്കാർ പറയാൻ മടിക്കുന്നുണ്ട്, ഞാൻ തുറന്നു തന്നെ പറയാം. ടാബിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒറിജിനൽ പ്രൈസിലേക്ക് പോകും. നമുക്ക് ഈ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫറിൽ നമുക്ക് ഈ ഓഫർ പറയുന്ന പ്രൈസിൽ നമുക്ക് ടാബിലോ അത് കൊടുക്കാൻ പറ്റില്ല. കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒറിജിനൽ പ്രൈസ് ആണ്. അതിന്റെ ഒക്കെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് വാങ്ങുന്നുണ്ട്. കസ്റ്റമർ നമ്മൾ വാങ്ങുന്നില്ല. ഞങ്ങളുടെ അടുത്ത് അവർ കമ്പനി ആയിട്ട് ഡീലാണ്.
അത് എക്സ്ട്രാ വാങ്ങാൻ പാടില്ലാന്ന്. പക്ഷെ ഞങ്ങൾ അത് ഒറിജിനൽ പ്രൈസിന് കസ്റ്റമർ കൊടുക്കും, കസ്റ്റമർ എടുത്ത് അതിന് അവർ കൊടുക്കും. അവിടെ ആ റേറ്റ് വേറെയാണ്. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതായത് ടാബിയുടെ ചെറിയൊരു പെർസെന്റേജ് അതിൽ കയറുന്നുണ്ട്. അതിന് കാര്യം ചോദിച്ചാൽ അത് കൊടുക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. എന്തായാലും ഇതിന് ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി പറയാണ്. പക്ഷെ അത്രയൊന്നും അധികം വരുന്നില്ല. നിങ്ങളില്ലേ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ഡൗട്ട് കൂടെ കഴിഞ്ഞു വിചാരിക്കുന്നു എല്ലാവരുടെയും. അപ്പൊ പെരുന്നാൾ നമ്മളെ പൊളിച്ചെടുക്കാൻ പോകണ്ട. ഈ ഒരു തിരക്കിന് ഇപ്പൊ എല്ലാ പ്രാവശ്യം നമ്മൾ കട അടച്ചതിന് ശേഷം എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് പ്രാവശ്യം എന്താ പിന്നെ കുറച്ച് മുന്നേ ഒരു വീഡിയോ എടുക്കാൻ. ഇത് സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്താൽ 11 മണിക്ക് വന്നാണ് വിനു. ഇപ്പൊ സമയത്തിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പൊ 12 മണിയായി സമയം. 12 അല്ല, ഒന്നും കൂടെ നോക്ക്. എന്റെ വാച്ചിൽ ചാർജ് ഇല്ല. എന്റെ സെയിം ചാർജ് ചാർജ് ഇല്ല. ഒന്ന് വാച്ച് കാണിച്ചു 12:30 മണിയായി. അതെ, അപ്പൊ 12:30 മണി നമുക്ക് 12 മണി വരെ പെർമിഷൻ ഉള്ളു. പക്ഷെ പെരുന്നാളായിട്ട് ഇപ്പൊ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചാർജ് ചെയ്യുന്ന അബുദാബിയിൽ വന്ന ആളുകളാണ്. അപ്പൊ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതന്നെയാണ് പറയാൻ കാരണം. പെരുന്നാൾക്ക് നമുക്ക് നല്ലൊരു ബിസിനസ് നടക്കുന്ന സമയമാണ്. പക്ഷെ എന്നാലും നമ്മളെ കസ്റ്റമർ നമ്മളെ എന്താ നിങ്ങൾക്ക് ഓഫർ ഞങ്ങൾ തരും. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മളെ സ്റ്റാഫ് കൂടിയാണ് ഏറ്റവും വലുത്. അവരെ ഒരു സന്തോഷം കൂടെ നമ്മൾ നോക്കണം. അതെ, അപ്പൊ എല്ലാവരും അതിന് കമന്റ് അടിക്കുക. അപ്പൊ എന്തൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞിട്ടാ. അപ്പൊ നമ്മൾ ഏത് ആദ്യം തുടങ്ങാം? നമുക്ക് എന്താ നിങ്ങളെ കയ്യിലുള്ളത് S24 Ultra എല്ലാവരും കാത്തിരിക്കുന്നത് തന്നെ കൊടുക്കാം. കാത്തിരിക്കുന്ന സാധനം ഇപ്രാവശ്യം 250 രൂപ കിട്ടില്ല പ്രൈസിൽ തരാൻ പോകണം. ഇത്തവണ നമ്മൾ എന്താ കഴിഞ്ഞൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് കൊടുക്കാന്ന് പറഞ്ഞു, ഗോൾഡ് കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്രാവശ്യം ബ്ലാക്കും കൊടുക്കാം, ഗോൾഡും കൊടുക്കാം. പിന്നെ ഇപ്രാവശ്യം ഫേമസ് ആയിട്ട് ഇറങ്ങിയ നമ്മളെ കളർ ഉണ്ടല്ലോ, നാച്ചുറൽ. അതാണ് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന കളറാണ്. അത് എല്ലാ കളറും നമുക്ക് ഒരേ വിലക്ക് ഇത്തവണ കൊടുക്കണം. പെരുന്നാൾ ഓഫർ ആയിട്ട് കഴിഞ്ഞ നമ്മൾ 3100 കൊടുത്താണെങ്കിൽ ഇപ്രാവശ്യം 3080 കൊടുക്കണം. 20 വീണ്ടും കുറച്ചിട്ട് അത് എല്ലാ കളറും. കഴിഞ്ഞ നമ്മൾ 1-2 കളർ കൊടുത്തത് ഇപ്രാവശ്യം 3 ഫേമസ് കളർ നിങ്ങൾക്ക് അതേ വിലക്ക് തരാൻ പോകണം. 3080 ദിർഹത്തിനിട്ടാ. ഇതിപ്പോ 3080 ദിർഹം എന്ന് പറഞ്ഞാൽ 3080 ദിർഹം. ഒരു ദിർഹം പോലും നിങ്ങൾ അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ TDR വിത്ത് 1 ഇയർ സാംസങ്. അതിന്റെ കൂടെ തന്നെ പറയാൻ ഒന്നുകൂടി വിട്ടുപോയി. പെരുന്നാളായിട്ട് എല്ലാവർക്കും പെരുന്നാൾ കോടി ഉണ്ട് കേട്ടോ. പെരുന്നാൾ കോടി എന്ന് വെച്ചാൽ ഡ്രസ്സ്, ഒരു യൂണിഫോം, ഞങ്ങളെ യൂണിഫോം എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും എന്താക്കാം, ഞങ്ങൾ ബ്രാൻഡ് ടീഷർട്ടാണ്. അത് നിങ്ങളെല്ലാവരും ചോദിച്ച് വാങ്ങാം. നിങ്ങൾക്ക് വേണ്ടി കൂടാക്കുള്ള ഗിഫ്റ്റാണ്. അതുകൊണ്ട് എന്ത് സാധനം വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ടീഷർട്ട് നമ്മൾ കൊടുക്കുന്നത് ചോദിച്ചു വാങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടീഷർട്ടിന്റെ കാര്യം. അപ്പോൾ ഒരുപാട് പേര് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾ വരുന്ന ആളുകൾക്ക് ടീഷർട്ടും കൂടെ ചോദിച്ചു മേടിക്കുക. ആ ടീഷർട്ടും കൂടെ ഇടുക, നിങ്ങൾ ഹാപ്പി ആവും അല്ലേ? അതുപോലെ തന്നെ കിടിലൻ പ്രൈസ് കിട്ടാ. S24 Ultra 256 ഇവിടെ പ്രൈസ് പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് 512 അല്ലേ? 512 ഒന്നും കൂടി നല്ല റേറ്റ് കൊടുക്കാം. 512 നമുക്ക് 3800 കൊടുക്കാം. 3800 എല്ലാ കളറും 3800 ദിർഹത്തിന് 3800 ദിർഹത്തിന് നിങ്ങൾക്ക് 512GB കിട്ടാം. 512GB 3800 ദിർഹത്തിന്. അപ്പൊ ഈ 512GB കിട്ടില്ല എന്ന് പറയുന്നത് ഒരുപാട് പേര് അത് ഏതോ 1-2 കളറല്ല, എല്ലാ കളറാണ്. അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ തന്നെ പറയുന്നത്. ചില 1-2 കളറിന് 3750 രൂപ ഉണ്ട്. പക്ഷെ അതല്ല, ഇത്തവണ നമുക്ക് എല്ലാ കളറും 3800 കൊടുക്കും. 3800. അപ്പൊ 512GB വ്യത്യാസമല്ല, 3800 ദിർഹം. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് 24 ഒരു കമന്റ് 256GB നമുക്ക് കൊടുക്കാം. 2480 കൊടുക്കാം. 2480 അതെ, 256 കേട്ടോ. 128 അല്ല, 256 നല്ലൊരു ഓഫർ ഉണ്ട്. 2480 കിലോ ഓഫർ. പ്ലസ് വേണമെന്നുണ്ടെങ്കിൽ 2750. അത് 256. 512 വേണമെന്നുണ്ടെങ്കിൽ 2970. അതായത് പ്ലസ് 512 2970. പിന്നെ നിങ്ങൾക്ക് 256 വേണമെങ്കിൽ 2780. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു S24 പ്ലസിന്റെ പൈസ പറഞ്ഞിട്ടില്ലാന്ന്. ആ പ്രൈസ് ഇപ്പൊ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് പെരുന്നാളിന് പറഞ്ഞിട്ടുണ്ട്. S24 256 രൂപയാണ് പറഞ്ഞത്, പ്ലസ് പറഞ്ഞത് 256 512. രണ്ട് നല്ല കിഡലിനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭാഷമാരെ. ആദ്യം നമ്മളൊന്ന് സാംസങ് കുടിച്ചു. അടുത്ത 23 തന്നെ പോവാം. 23 നമുക്ക് വന്നോട്ടെ. 23 അൾട്ര തരാൻ പോകണ്ട. 23 അൾട്ര ഉണ്ട്. 23 അൾട്രയിൽ നമുക്ക് ഒരു ഫേമസ് കളർ വന്നിട്ടുണ്ട്. അതിന്റെ ഡെക്കും നമുക്ക് കട്ടായി പോയിരുന്നു. നമ്മളെ കളർ ഇവിടെ വെച്ച് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിൽ വെച്ചിട്ടുണ്ടാവും. ഇതിൽ ലെമൺ എടുത്ത ഫേമസ് കളർ കളർ വന്നിട്ടുണ്ട്. ലെമൺ തപ്പിയെടുക്ക്. എവിടെ 23 എവിടെ പോയി? കിട്ടി. ഇതല്ല, ഇത് സ്പെഷ്യൽ കളർ, സ്പെഷ്യൽ എഡിഷൻ ലെമൺ കളർ. അൾട്ര. ഇത് അൾട്ര ആണ്.
ആദ്യം നമ്മൾ പ്ലസ് അല്ലേ പറയുന്നത്? ആദ്യം നമുക്ക് 23 പറയാം. ഓക്കെ 23. ഓക്കെ ആദ്യം 23. S23 ഏത് കളറാണ് നിങ്ങൾ കിട്ടില്ല? ഏത് കളർ കൊടുക്കുമല്ലോ? കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ ഏത് കളറാണ് കിട്ടും? S23 256 നമ്മൾ കൊടുക്കുന്നത് 2030 റംസിന് കൊടുക്കും. 2030 ഓഫർ പ്രൈസ്. ഓഫർ പ്രൈസ് 2030, അത് 256 GB. 256 GB 2030 നമുക്ക് എന്തൊക്കെ അൾട്രയിലേക്ക് പോവാം. അൾട്രയിലേക്ക് പോവാം. അൾട്രയിലേക്ക് പ്ലസ് നമുക്ക് പ്ലസിന്റെ അതേ വിലക്ക് അൾട്ര കിട്ടുന്നുണ്ട്. അൾട്ര കൊടുക്കാം, മേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നിങ്ങൾ എന്തൊക്കെ ഏതായാലും കസ്റ്റമർ നമ്മൾ ലെമൺ എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, ഓപ്പൺ ആയിക്കോ. ഇത് ഓപ്പൺ ആക്കണം, നമ്മളെ കസ്റ്റമർ ഓപ്പൺ ആയിക്കോ. ഓക്കെ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ ആയിട്ട് കാണിച്ചു കൊടുക്കുക. അതൊന്നും വിഷയമല്ല, എന്റെ അടുത്ത് വരുന്ന കസ്റ്റമർ അല്ല, ഞാൻ കൊടുത്തോളൂ. കളർ അങ്ങോട്ട് കൊടുക്കുക, കളർ ഒന്ന് കാണിച്ചു കൊടുക്കുക. കിട്ടില്ലല്ലോ നേരത്തെ. ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിട്ട് ഒരു കത്തിരോ, ഒരു ബ്ലേഡ് കൊടുക്ക്. ഒരു ബ്ലേഡ് തരോ. എന്താ വിഷയം? സുഖല്ലേ? പെരുന്നാളായിട്ട് ലീവ് കരി പൊളിക്കണേ നമുക്ക്. എങ്ങനെ പോകണം? എന്താ പ്ലാന്? പ്ലാൻ അത് ഇന്നോട് എന്താ പെരുന്നാൾ എങ്ങനെ പോണേ? പാർട്ടി ഉണ്ടാ? പൊട്ടി അൺബോക്സ് ചെയ്യട്ടെ ഞങ്ങള്. കളർ കാണിച്ചു നോക്കട്ടെ. ഓക്കെ താങ്ക് യു. അപ്പോൾ മാച്ചന്മാരെ സ്പെഷ്യൽ കളർ നമ്മൾ പൊളിച്ച് കാണിച്ചു തരട്ടെ. നിങ്ങൾക്ക് കളർ കണ്ടില്ല എന്ന് പറയരുത്. കണ്ടല്ലോ അല്ലേ? ഓപ്പൺ ആവില്ല, നമ്മളിത് പെട്ടിയെടുത്ത് കളി മാത്രമല്ലേ ഉള്ളൂ. കാരണം ഇത് വേറെ നമുക്ക് കൊടുക്കാനോ പിടിക്കും. ഓക്കെ ഇത് പ്രശ്നമില്ല, കളഞ്ഞിടും. അതെ കളഞ്ഞു. എവിടെ ഫോൺ? സ്പെഷ്യൽ കളർ ഒന്ന് കാണിച്ചു കൊടുത്തേ. നല്ല അടിപൊളി കളറാണ് കേട്ടോ. യെല്ലോ ആണല്ലേ? ചെറുതായി ലെമണിന്റെ കളർ യെല്ലോ ആണല്ലോ. അതെ എടുക്കും. ബ്രാൻഡഡ് ന്യൂ S23 അൾട്ര നമ്മുടെ കളർ ഇട്ടാ. അതായത് കളർ സ്പെഷ്യൽ ആയതുകൊണ്ട് വിലയും നമുക്ക് എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം. സ്പെഷ്യൽ പ്രൈസ് കൊടുക്കാം. സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്. S23 അൾട്ര നമ്മുടെ പുതിയ ലെമൺ കളർ നരി സാധനം നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസിലാണ് തരാൻ പോകുന്നത്. ജസ്റ്റ് പൊട്ടിച്ചോളൂ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പൊട്ടിച്ചോട്ടെ. S23 അൾട്ര 26,26,25 പിന്നെ കുറച്ചാ 2625 ഒരു ലക്ഷം പെരുന്നാളിന് പൊട്ടിച്ചെടുക്കാം. 50 റംസ് 2675 ബ്ലാക്കും വന്നിട്ടുണ്ട്, അതുപോലെ നല്ല ലെമണും ഉണ്ട്. രണ്ട് ഫേമസ് 2625 ദിറംസ്. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു ഓഫർ കൂടി പറയാണ്. ഏതായാലും ഇത് BB ആണ് പൊട്ടിച്ചത്, അതുകൊണ്ട് 25 ദിറംസ് കുറച്ചിട്ട് ഈ പൊട്ടിച്ച ഒറ്റ പീസാണ്. എല്ലാത്തിനും അല്ല, ഈ ഒരു പീസ് മാത്രം ആദ്യം വരുന്ന ആൾക്ക് 2000 ഓണൊന്നും ചെയ്തിട്ടില്ല, 2600 കൊടുക്കും. 600 കൊടുക്കും. ആദ്യം വരുന്ന ആൾക്ക് മൊത്തത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2600 ചെയ്യുന്ന പരിപാടിയില്ല. നമ്മൾക്ക് സംഭവം വെച്ചാൽ റീപേ ചെയ്യുന്ന പരിപാടി അങ്ങനത്തെ പരിപാടി ഇല്ല. ഇത് അങ്ങനെ തന്നെ നമ്മൾ കസ്റ്റമറിന് കൊടുക്കും. അപ്പോൾ ഒരു 25 കൂടി കുറച്ചിട്ട് 2600 കാണിക്കാൻ വേണ്ടി ചെയ്താണ് ഈ പൊട്ടിച്ച പീസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 50 ദിർഹം കൂടുതലായിരുന്നു. ഇപ്രാവശ്യം 50 ദിർഹം പെരുന്നാളിന്റെ ഓഫറായിട്ട് കുറച്ചിരിക്കാനുണ്ടാ. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് 50 ദിർഹം വീണ്ടും കുറച്ച് 2625 നമ്മൾ ഫുള്ള് S23 അൾട്ര തരും. അപ്പോൾ ഈ പൊട്ടിച്ച പീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തത് 25 ദിർഹം ജസ്റ്റ് പൊട്ടിച്ചോണ്ട് 25 കുറച്ച് 2600 നിങ്ങൾക്ക് വരും. അത് ആദ്യം വീഡിയോ കണ്ടു വരുന്ന കിട്ടും. അതെ, ഫസ്റ്റ് വീഡിയോ കണ്ടു വരുന്ന ആൾ കിട്ടും. എന്തായാലും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ഇതിന്റെ കൂടെ ടീഷർട്ടും ചോദിച്ചു ആണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് 23 അൾട്ര പറഞ്ഞു. ഇത് നേരെ നമുക്ക് 256 പറഞ്ഞു. 512 പറഞ്ഞു. 3199 കൊടുക്കാം. അത് 250 ഉണ്ട്. രണ്ട് കളർ വ്യത്യാസമാണ്. രണ്ട് റേറ്റ് നമുക്ക് കൊടുക്കാം. 3199 നിങ്ങൾക്ക് S23 അൾട്ര കിട്ടും. ഇനി നമുക്ക് നേരെ ഒരു അതെ ഐഫോണിൽ പോകുന്ന മുന്നേ ഇതൊന്ന് പറഞ്ഞേക്കാം. ഇതിൽ രണ്ട് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡിൽ. ഇതിൽ ഒരു കമന്റ് കണ്ടിരുന്നു, വില കുറവ് 950 കിട്ടുന്നുണ്ട്. അതിൽ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. 8 GB റാം ആണ് വരിക. 8 GB ഇത് 12 GB റാം ആണ്. രണ്ട് വ്യത്യാസം അതാണ്. നമ്മൾ ഒരിക്കലും റാം കൂടി നോക്കണം. GB മാത്രം നോക്കി പോയത്. 256 GB എല്ലാം സെയിം ആണ്. പക്ഷെ റാമിന്റെ കാര്യത്തുമ്പോൾ 12 GB എന്നുള്ളതിന് പകരം 8 GB ആണ്. TDR ക്ക് പകരം ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് പല രാജ്യത്തിന്റെയാണ് വരുന്നത്. ഇത് ഒറിജിനൽ TDR സ്റ്റോക്ക് ആണ്. അതുപോലെ തന്നെ ഇത് 12 GB റാമും അതുപോലെ തന്നെ നിങ്ങൾക്ക് 256 GB ആണ് മെമ്മറിയാണ്. അടിപൊളി സാധനമാണ്, നോൺ ആക്റ്റീവ് ആണ്. ഇത് നമുക്ക് ബെസ്റ്റ് സ്പെഷ്യൽ ഓഫർ 1050 കൊടുക്കാം. 1050 സ്പെഷ്യൽ ഓഫർ ആണ്. അതായത് ആൻഡ്രോയിഡിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഹോണറിന്റെ ഈ ഫോൺ ഒരുപാട് പേര് താഴെ വീണാലും അവര് പറയുന്ന കമ്പനി ഇത് അതാണ്, താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടൂല. അതെ, താഴെ വീണാലും പൊട്ടൂല. X9B. അപ്പോൾ ഇത് എത്ര GB? 256 GB 12 GB റാമും 12 GB പ്ലസ് 8 GB ഇല്ലേ? 12 പ്ലസ് 8 ഉണ്ട്. 8 നിങ്ങൾക്ക് പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 20 GB സപ്പോർട്ട് ചെയ്യും. ഇത് സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക. എവിടുന്നാണെങ്കിലും ഇത് 1050 ദിർഹത്തിന്. ഇത് 1 ഇയർ വാറന്റി അല്ലേ? 1 ഇയർ വാറന്റി അല്ല, TDR 1 ഇയർ ഒറിജിനൽ കമ്പനി വാറന്റി ആണ്. ഓക്കെ, അടുത്ത പുതിയ ഇറങ്ങിയതാ, ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ.
ഇതൊരു കിടിലൻ ഓഫർ തരും, നമുക്ക് ഓഫർ കൊടുക്കാം. 200 ലൈറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഇത് ഇറങ്ങിയിട്ടില്ല, ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇറങ്ങി വരും. ആ ഒരു സാധനമാണ് ദിവസങ്ങൾ, അതായത് ഒരാഴ്ച മുന്നേ നമ്മൾ കൊടുത്തത് 950, പിന്നെ 900 കൊടുത്ത് ഇപ്പൊ 50 കുറച്ചിട്ട് പെരുന്നാൾ ഓഫർ ആയിട്ട് 850 ദിർഹംസിന് കൊടുക്കുന്നത്. 850 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ, ഫ്രണ്ട് സെൽഫി കിട്ടുന്ന തന്നെ 52 മെഗാ പിക്സൽ ഉണ്ട്. അതുപോലെ തന്നെ 5G മൊബൈലാണ്, ലേറ്റസ്റ്റ് ആണ്. 16GB റാം, മെമ്മറി ഒക്കെ ഉള്ള. അതിന്റെ കൂടെ തന്നെ ഒരു 150 ദിർഹംസ് വില വരുന്ന TDRന്റെ ഒറിജിനൽ 36 മണിക്കൂർ കണ്ടിന്യൂ വരയ്ക്കുന്ന ഓണർ തന്നെ ഒരു ഹെഡ്ഫോണും ഫ്രീ ആയിട്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ടീഷർട്ടും ടീഷർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ നോക്കണം എന്നുള്ളവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. 5G ഫോണാണ്. ഒരുപാട് പേര് എല്ലാവരും ഇപ്പോൾ ആപ്പിളും സാംസങ്ങും മാത്രമല്ല മേടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് ഹോണറിന്റെ 5G ഫോൺ നല്ല കിടിലൻ റാമും മെമ്മറി ഉള്ള സാധനം, നല്ല അത്യാവശ്യം ക്യാമറ ഉള്ള നല്ലൊരു സാധനം നിങ്ങൾക്ക് വിത്ത് ഇയർബഡോട് കൂടിയിട്ട് എത്ര കൊടുക്കണം? 850 കൊടുക്കാം. 850 ദിർഹത്തിന് പെരുന്നാളിന് ഓഫറാണ്. പെരുന്നാളിന് ഒരു രക്ഷയില്ല, കിടിലൻ ഓഫർ. ഓഫറാണ്. അടുത്ത നമുക്ക് നേരെ ഐഫോണിലേക്ക് ഐഫോണിലേക്ക് വരുമ്പോൾ നമ്മൾ 13 തന്നെ എടുക്കല്ല. ഐഫോൺ 13 ഇതുവരെ കൊടുക്കാത്ത വില കണ്ട. കഴിഞ്ഞ നമ്മൾ കൊടുത്ത 1950 പെരുന്നാളായോണ്ട് ഒരു 50 കുറച്ചിട്ട് 1899. പുതിയ പീസ് യൂസറിന് ഇപ്പൊ 1500 1600 ഒക്കെ വില വരുന്ന യൂസറിന് പുതിയ പീസാണ് തരുന്നത്. 1899, 128 നോൺ ആക്റ്റീവ്. ഇത് ഉപയോഗിക്കാത്ത സാധനം. അതെ, നോൺ ആക്റ്റീവ്. അപ്പൊ നിങ്ങൾക്ക് നോക്കണവർക്ക് ഐഫോൺ 13 ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ടിൽ ചോദിച്ചിട്ടുണ്ട്. ഐഫോൺ ബ്രാൻഡ് ന്യൂ സാധനം നിങ്ങൾക്ക് ഇത് ആപ്പിൾ സ്റ്റോറിൽ നിങ്ങൾ എങ്ങനെയാണ് വാങ്ങുന്നത് അതുപോലെ തന്നെ കണ്ടീഷനിൽ വിത്ത് 1 ഇയർ ആപ്പിൾ വാറന്റിയിൽ നിങ്ങൾക്ക് കിട്ടും. കിടിലൻ പ്രൈസ്. അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം, നിങ്ങളെ കയ്യിൽ ആരും കയ്യിൽ ബ്രാൻഡഡ് ഫോൺ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. പെരുന്നാളായിട്ട് അത് വിട്ടുകൊണ്ട് എക്സ്ചേഞ്ച് ഓഫർ നല്ല റേറ്റ്. നിങ്ങൾക്ക് എക്സ്ചേഞ്ച് നിങ്ങളെ ഫോൺ എനിക്ക് തന്നാൽ ബാക്കി ക്യാഷ് കൊടുത്തിട്ട് ഓഫറുള്ള ഫോൺ വാങ്ങിച്ചു. അപ്പോൾ ഡബിൾ ഓഫറാണ് ഇത്തവണ. അതായത് ഐഫോൺ 14 13 ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നെടുത്ത് നിങ്ങൾക്ക് ഒരു കിഡിലും ഫോൺ തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കാര്യം വെച്ചാൽ അവൻ്റെ അടുത്ത് 13 Pro Max ഉണ്ട്. അതുപോലെ തന്നെ അപ്പൊ ഞാൻ അതും കൂടെ വായിക്കരുത്. അപ്പൊ അതുപോലെ തന്നെ ക്യാമറമാൻ ഒന്ന് പരിചയപ്പെടുത്തണേ. ക്യാമറമാൻ സ്പെഷ്യൽ ആളാണ് ക്യാമറ എടുക്കാൻ വേണ്ടി വന്നത്. അതുകൂടെ അതെ, ഖത്തറിന്ന് വന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം, ഇത് തന്നെ ഇപ്പൊ അത് നല്ലൊരു ഓഫറാണ് സംഭവം. അതായത് ഇപ്പൊ പഴയ ഫോൺ കയ്യിലുള്ളവർക്ക് പെരുന്നാളിൽ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് അല്ല കിട്ടില്ല ഓഫർ കൊണ്ടുപോകാം. നമ്മൾ ഇത്രയും കണക്കുന്ന നല്ല അടിപൊളി സ്റ്റോക്കിലേക്ക് യൂസർ ഫോൺ ഇത്രയുള്ളത് നമ്മൾ റീസെയിൽ ഉള്ളതാണ്. ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട്. കസ്റ്റമറുടെ കയ്യിൽ നല്ല കണ്ടീഷനിൽ ഉണ്ടാവും. അതാണ് നമുക്ക് മെയിൻ വേണ്ട. നമുക്ക് പുറത്തുള്ള സാധനം വേണ്ട, കസ്റ്റമറുടെ കയ്യിൽ നല്ല കണ്ടീഷൻ. 100 ദിർഹംസ് എക്സ്ട്രാ കൊടുത്താലും കസ്റ്റമർ വാങ്ങാൻ തയ്യാറായിട്ടുണ്ട്. പിന്നെ അവരുടെ അടുത്ത് നല്ല പൈസ കൊടുത്തിട്ട് കസ്റ്റമർ വാങ്ങാം. നമുക്ക് എക്സ്ട്രാ 2 സെയിലാണ്. ഇതിന്റെ സെയിലും നടക്കും, അതുപോലെ അതും നടക്കും. പൈസ നല്ല സാധനത്തിന് ആളുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ 13 Pro ഒരു ഫോൺ എടുത്തത്. ഇപ്പൊ ഞാൻ ഒരു ഫോൺ എടുത്തു, ഒരു 13 Pro ഉണ്ടെന്ന് വിചാരിക്കുക. എന്റെ 13 Pro നല്ല സാധനമാണെങ്കിൽ ഇത് 13 Pro ഉണ്ട്. എനിക്ക് ഒരു 15 Pro Max മേടിക്കണം എന്നിരിക്കുക. അപ്പൊ എന്റെ 13 Pro Max കൂടെ കൊണ്ടുവന്ന കണ്ടീഷൻ നല്ലതാണെങ്കിൽ അത്യാവശ്യം 13 Pro ആണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ 1850 ദിർഹംസിന് 256 വാങ്ങും. മേടിക്കും. 1850 നല്ല സാധനം ആയിരിക്കണം കേട്ടോ. ചെക്ക് ചെയ്യും. അഷ്കർക്ക് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ കൊടുക്കുന്നത് നല്ല ഫോൺ ആയിരിക്കും ഇവിടുന്ന്. അതുപോലെ തന്നെ 100% ചെക്ക് ചെയ്തിട്ടാണ് ഈ പ്രൈസ്. ഞങ്ങൾ എടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ, എല്ലാ ഫോൺ എടുക്കൂല. പക്ഷേ ചെക്ക് ചെയ്തിട്ട് നല്ല ഫോണാണെങ്കിൽ ഞങ്ങൾ എടുക്കുകയും ചെയ്യും, നല്ല റേറ്റ് തരികയും ചെയ്യും. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഞാനിപ്പോ ഇത് തന്നിട്ട് 15 Pro Max എനിക്ക് മേടിക്കാൻ. അപ്പൊ ഞാൻ എത്ര കൊടുത്തത്? 15 Pro Max നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് 3999 ആണ്. 3999. അതിന്റെ വില എന്തായാലും പൊടിച്ചല്ല. 3999 256 GB കൊടുക്കുന്നുണ്ട്. 256 3999 ഇത് തിരിച്ചു തരാണെങ്കിൽ നേരെ -1850. എത്ര കൊടുക്കണം? 1850 വെറും 2150 വന്നാൽ 15 Pro Max 15 Pro Max 2150. ഇതിന്റെ 2 വർഷം മുന്നുള്ള ഫോണാണ് ഇത്. അതല്ല, ഇനി നിങ്ങൾക്ക് 14 Pro ആണെങ്കിൽ വീണ്ടും അതിൽ കൂടുതൽ കുറച്ച് പൈസ തന്നായി. ഒരു ക്വസ്റ്റ്യൻ കൂടെ. അപ്പൊ ഇതേ സാധനം ഇപ്പൊ ഞാനിപ്പോ എന്റെ ഇത് 12 Pro ആണല്ലോ, 13 Pro അവൻ എടുത്താൽ മാറിപ്പോയതല്ലേ? സംഭവം പറയാലോ. 13 Pro എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനൊരു S23 Ultra മേടിക്കണമെങ്കിൽ, അല്ല S24 Ultra, S23 തന്നെ ആയിക്കോട്ടെ. S23 Ultra മേടിക്കണമെങ്കിൽ എത്ര തരണം? അപ്പൊ നമ്മൾ 2625 മൈനസ് 1850 അങ്ങനെ നോക്കാൻ 775 ദിർഹംസ് തന്നാൽ പുതിയ പീസ് S23 Ultra ആയിട്ട് പോവാം. അതല്ല 24 Ultra ആണെങ്കിൽ 24 Ultra ആണെങ്കിൽ അത് നമുക്ക് നല്ല വില കൊടുക്കാം. 3080 മൈനസ്
നമുക്ക് 1850 വന്നു കഴിഞ്ഞാൽ 1230 dirhams എന്നാൽ S24 Ultra പുതിയമായിട്ട് പോവാം. അതെ തന്നിരിക്കുന്നത് അതെ S24 Ultra S23 ഏതാണ് ഇപ്പൊ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ നല്ലൊരു ഐഫോൺ ഉണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ സാംസങ് ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞു കേട്ടോ S23 Ultra ഉണ്ടെന്ന് വിചാരിക്കുക. S23 ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഐഫോൺ കൊടുത്തിട്ട് ഇത് രണ്ടും മേടിക്കാനുള്ള പ്രൈസ് സെപ്പറേറ്റ് പ്രൈസ് നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം, ഒരുപാട് പേര് സാംസങ്ങുകാരുണ്ടാവും, അവർക്ക് സാംസങ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടാവും. സാംസങ്ങിന്റെ ഫോൺ ഉണ്ട് തരുന്നത്, ഒരു S23 Ultra ഉണ്ട് തരുന്നത് എൻ്റെ അടുത്ത്. എത്ര ഏകദേശം എത്ര പ്രൈസ് വരും? S23 Ultra ആണെങ്കിൽ നല്ല സാധനമാണെങ്കിൽ TDR ആണെങ്കിൽ 2000 dirhams വരെ കിട്ടും. 2000 dirhams വരെ കിട്ടും. നല്ല കണ്ടീഷൻ ഓക്കെയാണ്. 2625 ഇപ്പൊ പുതിയ വെക്കുന്നത്. എന്നാലും ഞാൻ കസ്റ്റമർ കയ്യിലുള്ള സാധനത്തിന് നല്ല സാധനം വീണ്ടും പറഞ്ഞ നല്ല സാധനമാണെങ്കിൽ 2000 dirhams വരെ ഞാൻ കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് S24 Ultra മേടിക്കണമെങ്കിൽ ഏകദേശം 1000 എത്ര ബാക്കി കൊടുത്ത 1080 dirhams 1080 dirhams നിങ്ങളെ സംഭവം ഒരു സ്ക്രാച്ചസും കാര്യമില്ലാത്ത കണ്ടീഷൻ ഓക്കെ കൊണ്ടുവന്നാൽ വെറും 1080 എന്നാൽ നിങ്ങൾക്ക് S24 Ultra. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ആ ഒരു ഡൗട്ട് കൂടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് S23 Ultra ഉണ്ടെങ്കിൽ S24 മേടിച്ചിട്ട് പോകാം. അതുപോലെ തന്നെ 14 Pro Max ഉണ്ടെങ്കിൽ 15 Pro Max പോകാം. എന്താണ് നിങ്ങൾക്ക് മേടിച്ചിട്ട് പോകാം. അപ്പൊ അടുത്ത ഏത് എടുക്കാം? അടുത്ത നമുക്ക് ഒരു ഓഫറും കൂടി പറയാം. ഇനിയിപ്പോ നമ്മള് ഇതിനെ കൂടെ തന്നെ ഐഫോൺ എന്നാൽ സാംസങ് കൊടുക്കാം. ഓക്കെ നമുക്ക് വീഡിയോ ലോങ് ആക്കണ്ടല്ല, എന്തായാലും കുറെ പോയി പറയാൻ വന്നത്. ഇപ്പൊ 15 Pro Max 14 Pro Max ഒരാളെ കയ്യിലുണ്ട്. അത് കൊണ്ടുവന്നാൽ ഇനി ആർക്കെങ്കിലും 24 Ultra വേണമെന്നുണ്ടെങ്കിൽ വെറും 100 dirhams വന്നേ. വെറും 100 dirhamത്തിന് നിങ്ങൾക്ക് S24 Ultra 14 Pro Max വീഡിയോ ലോങ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷെ വീഡിയോ പറയാൻ പറഞ്ഞു, ഓഫർ അല്ല, കടക്കട്ടെ. വെറും 100 dirhams വന്നാൽ ആരെയും കയ്യിൽ നല്ല കണ്ടീഷൻ ഓക്കെ ആയ ഐഫോൺ 14 Pro Max ഉണ്ടെങ്കിൽ വെറും 100 dirhams വന്നാൽ ഞാൻ നിങ്ങൾക്ക് S24 Ultra പുതിയ പീസ് തരും. അതെ, അപ്പൊ ആ ഒരു ഓഫറും കൂടെ എക്സ്ചേഞ്ച് ഓഫറിൽ പ്രത്യേകം നിങ്ങൾ നോക്കി വെച്ചോട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പം മാറ്റുന്ന ആളുകൾ ഇവിടെ 14 Pro Max മാറ്റും തോന്നുന്നില്ല, എന്തായാലും നോക്കാം. പറയാൻ പറ്റില്ല, ഇപ്പം കുറച്ച് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് പറഞ്ഞു നമ്മളെ മാറ്റി ഐഫോണിനെ മുന്നോട്ട് കൊണ്ടുവരണം. നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, മറ്റേ ഐഫോൺ എടുത്ത് വലിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്ത് പിന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാർ കമന്റാണ് ഐഫോണുകാരും സാംസങ്ങുകാരും കൂടെ. പിന്നെ അതിനെ കൂടെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞൊരു വാക്കാണ് 14 Pro 15 Pro തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആളുകൾ ഇപ്പൊ രണ്ടും ഒരേപോലെയാണ് എടുത്തിട്ട് പോകുന്നത്. പക്ഷെ ഇനി മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം വന്ന അപ്ഡേഷനിൽ വന്നതിൽ സക്സസ് മുതൽ അപ്ഡേഷൻ കിട്ടും. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ഉള്ള പല ഓപ്ഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ 50 Pro Max മുതലേ കിട്ടുള്ളൂ. അതായത് അതിന്റെ 40 Pro Max 15 സീരീസ് കിട്ടും. അതിന്റെ താഴെയുള്ള നിങ്ങൾ 14 Pro Max ഒക്കെ ഇനി പുതിയ എടുക്കുമ്പോൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് എടുത്തേ. കാരണം പുതിയ ഓപ്ഷനോ അതുപോലെ പുതിയ അപ്ഡേറ്റോ ഫുൾ വേർഷൻ നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യാൻ ഏറ്റവും നല്ല വേഗം കൊടുത്തിട്ട് എന്താക്കാം, സാധനത്തിന് കംപ്ലൈന്റ് അല്ല. ഇപ്പൊ പുതിയ അപ്ഡേഷൻ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ അതിനായിട്ട് നമുക്ക് എന്താ ഒരു വീഡിയോ ഒരുപാട് കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്തോ, നമ്മൾ അൺബോക്സ് ചെയ്ത് കൈ തരും. നല്ല കിഡിലെ ഫോണായിരിക്കും. മേടിക്കാനുള്ളവർ ആരൊക്കെയെന്ന് കമന്റ് അടിച്ചോട്ടാ. ഓക്കെ, അടുത്ത നമുക്ക് നേരെ ഇത് വില പറഞ്ഞില്ല 13 അല്ല 15. 14 പറഞ്ഞില്ല, 14 ആണ്. 14 ഇത്തവണ 15 കൊടുക്കാം. ഓക്കെ, 15 പ്രൈസ് നല്ല കിഡിലും പ്രൈസ്. 15 നമുക്ക് അടിപൊളി വില കൊടുക്കാം. എത്ര? 15 നമുക്ക് 2550 കൊടുക്കാം. 2550 2550 ഐഫോൺ 50 എത്ര GB? ശരിക്കും പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് വേറൊരു വെർഷൻ ഉണ്ട്, ചൈന വെർഷൻ 2 സിം ഉണ്ട്. അതിന് 2450 കൊടുക്കാം. പക്ഷേ ഇതന്നെ വന്നതല്ല, ഇത് ഇന്ത്യൻ്റെ ആണ്. ഒരുപാട് ആളുകൾ നാട്ടിൽ കൊണ്ടുവന്ന ഇന്ത്യൻ സ്റ്റോക്ക് ആണ്. ഒന്നും കൂടി വാറണ്ടി ഈസി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ വേറെ ചൈനന്റെ ആണെന്ന് 2450 അതും കിട്ടും. 2 സിം അല്ലേ? 2 സിം ആയിട്ടുള്ളത് 2450 ഹോങ്കോങ് വെർഷൻ കിട്ടും. 2550 നിങ്ങൾക്ക് ഐഫോൺ 15 250 അല്ലേ? 128 GB നിങ്ങൾക്ക് അതും കിട്ടും. 256 ആണെങ്കിൽ 3025 കൊടുക്കാം. 3025 നിങ്ങൾക്ക് കിട്ടാം. 3025 അതന്നെ 50 പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2999 120 പ്ലസ് 14 പ്ലസ് കഴിഞ്ഞാ 14 പ്ലസ് നല്ല ഓഫറിൽ കഴിഞ്ഞ് നമ്മൾ 2850 കൊടുത്ത. ഇത്തവണ നമുക്ക് എന്താ പെരുന്നാൾ ഓഫർ ആയിട്ട് 2799 പെരുന്നാൾ ഓഫർ ഇട്ടാ. 15 പ്ലസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെ 15 പ്ലസ് അല്ല 14 പ്ലസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം എന്താ നമ്മൾ കിട്ടില്ല. അതിൽ എത്ര കുറച്ചിങ്ങനെ 256 GB ആണ് കുറച്ചത്. ഒരു 50 dirhams വീണ്ടും കുറച്ചിട്ട് 14 പ്ലസും കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 15 പ്ലസും 14 പ്ലസും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 15 പ്ലസും 14 പ്ലസും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 256 നോക്കുകയാണെങ്കിൽ TDR നോക്കുകയാണെങ്കിൽ ശരിക്കും 1200 1300 പ്ലസിന്. ഓക്കെ, TDR നോക്കുകയാണെങ്കിൽ ശരിക്കും ഇപ്പൊ നമ്മൾ എന്താണ് കാര്യം ചെയ്യാം. നമുക്ക് നല്ല ഓഫർ കൊടുക്കാം. 3400 ഇവിടെ തന്നെ മുന്നേ തന്നെ 15 പ്ലസ്. അപ്പൊ എന്റെ 15 പ്ലസ് ഉണ്ട്. ഇതിന് നമ്മൾ പ്രൈസ് പറഞ്ഞല്ലോ അല്ലേ? ഇത് പറഞ്ഞ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്റെ 15 പ്ലസ് ഉണ്ട്, 14 പ്ലസ് 256 അല്ലേ? 256. 14 പ്ലസിന്റെ നമുക്ക് 2799 15 പ്ലസോ
15+ നമുക്ക് കൊടുക്കാം 3400 കൊടുക്കാം. 3400. അപ്പോൾ ഏകദേശം പ്രൈസ് എത്ര വരുന്നുണ്ട്? 400, 300, 700, 800 ദിർഹം വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഓഫറിൽ കൊടുക്കുമ്പോൾ അപ്പോൾ അച്ഛന്മാരെ നിങ്ങൾക്ക് ചൂസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. 14+ഓ 15+ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. വേറെ വിഷയം കൂടി പറഞ്ഞുതരാം. ഇത്തവണ നമുക്ക് TR തന്നെ കൊടുക്കാം. TR ഏത്? 15+ കൊടുക്കാം. 15+ TDR തന്നെ. ഈ 14+ TDR ആണ്. 14+ TR രണ്ടും TDR തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. 2800, മറ്റേത് 3400. അതെ, കറക്റ്റ് പറഞ്ഞാൽ 600-700 വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഏത് കൊടുക്കുക? നെക്സ്റ്റ് നമുക്ക് അതിന്റെ കൂടുതൽ ഒരു കമന്റ് പറയണം. നമ്മൾ ഈ 50 റംസ് അല്ലെങ്കിൽ 25 റംസ് എന്ന് പറയുമ്പോൾ ആരോ കമന്റ് ഇട്ടാണ്ടിരുന്നു, ഇവരെന്താണ് 25-50 കുറക്കുന്നത്. 25-50 നമ്മൾ ഇവിടുത്തെ കാൽക്കുലേറ്ററിലാണ് കുറക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 1000-1200-1300 ദിറംസാണ് കുറയുന്നത്. ഇന്ത്യൻ മണിയാണ് കുറയുന്നത്. ഇവിടെ വെച്ചാൽ അത്ര ദിറംസ് ഉള്ളൂ. 3000-4000 വെച്ചാൽ 50. പിന്നെ വേറെ കാര്യം, ഇപ്പൊ ഇതില് ഈ ഒരു പ്രൈസ് തന്നെയാണ് കറക്റ്റ് വരുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, അശ്വിക്ക് പറഞ്ഞ പോലെ ഇത് ഒരു ദിർഹം കൂടുതലില്ല അല്ലേ? അതാണ് വീണ്ടും പറയുന്നത്. കമന്റ് ഇടുന്ന ആൾക്കാർ എനിക്ക് തോന്നില്ല അവര് വന്നിട്ട് വാങ്ങിയ ആൾക്കാരാന്ന് തോന്നില്ല. കാരണം ഞങ്ങൾ ഇവിടുന്ന് ഒരു റേറ്റ് തന്നാൽ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വില കൂടിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വീഡിയോ കഴിഞ്ഞതിന് ശേഷം വില കൂടിയിട്ടുണ്ടാവും. വില കൂടുകയാണെങ്കിൽ ചിലപ്പോൾ കൂടിയിട്ട് വാങ്ങുന്നുണ്ടാവും. അത് പറഞ്ഞിട്ട് തന്നെ വാങ്ങും. പക്ഷെ നമ്മൾ ഇട്ട റേറ്റിനെ കൂടെ ഇത്ര ശതമാനം കൂടുതലെത്താന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ടാക്സ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റോ ഞങ്ങൾ ഒരു ആളെടുത്ത് പൈസ മേടിക്കുക. പിന്നെ വില കൂടി കഴിഞ്ഞാൽ വില കൂടി കുറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ പക്ഷെ നമ്മൾ എപ്പോൾ വീഡിയോ ഇടുമ്പോൾ ഈ 2-3 ദിവസം പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 4 ദിവസത്തേക്കുള്ള ഓഫറാണ്. പക്ഷെ പെരുന്നാളിന്റെ ഒരു ലീവ് അതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ആ ലീവും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുക, അതിന് ശേഷം ഒരു ദിവസം കൂടി നമ്മൾ എന്താക്കും ഓഫർ കൊടുക്കും. ഒരു 3 ദിവസം പെരുന്നാൾ കഴിഞ്ഞ് 3 ദിവസം കൂടി വീണ്ടും ഓഫർ ഇതേ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കും. അതിന് ശേഷം വരുമ്പോൾ പ്രശ്നമുള്ളൂ. അതെ, ഇനി ഞങ്ങൾക്ക് 15 പ്രോയിലേക്ക് പോകാം. 15 Pro തരും. 15 Pro എന്തിനും കുറഞ്ഞിട്ടുണ്ടോ? പെരുന്നാളായിട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ കൂടിയിട്ടുള്ളത് കൂടി നല്ല കൂടാന്ന് വെച്ചാൽ നല്ലോണം കൂടിയിട്ടുണ്ട്. 50-60 ദിറംസോളം കൂടിയിട്ടുണ്ട്. 15 Pro നമ്മൾ കൂടിയിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യൽ ഓഫർ തരാൻ പോകുന്നതാണ് 128 GB അല്ലേ? അതെ, തീർച്ചയായും. എത്രയ്ക്ക് കൊടുക്കാം? കൂടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 15 Pro ഇത്തവണ 3400 നമ്മൾ കഴിഞ്ഞതിന് കൊടുത്തത്. ഇത്തവണ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 3400 നാച്ചുറൽ 3400 വേറെ കളർ ആണെങ്കിൽ ഒരു 25 കുറച്ചിട്ട് 3375 കൊടുക്കാം. 3375 15 Pro കിട്ടും. 128 GB ഒരു 25 കുറച്ചിട്ട് നാച്ചുറൽ 3800. ഓക്കെ, 3775 പറഞ്ഞു. അല്ല, 3400 128. 375 നമുക്ക് 3400 നിങ്ങൾക്ക് നമ്മുടെ കളർ കേട്ടോ. ഓക്കെ, നാച്ചുറൽ ടൈറ്റാനിയം. ഓക്കെ, ഡൺ. നമുക്ക് നേരെ 15 പ്രോയിലേക്ക് പോവാം. 15 Pro 256 പോവാണെങ്കിൽ നമുക്ക് 3730 കൊടുക്കാം. 3730 കൊടുക്കാം. 1 TB ലേക്ക് അല്ല 500 പറഞ്ഞില്ല. അല്ല സോറി, 256 512 ആണ് 4400 കൊടുക്കാം. 4400 4400 ദിർഹം 512 GB 15 Pro. ഓക്കെ, 1 TB ആണെങ്കിൽ 4900 കൊടുക്കാം. 4900 കിഡിൽ ഓഫർ 4900 1 TB നിങ്ങൾക്ക് തന്നിട്ടാ. അപ്പോൾ നല്ല കിഡിൽ ഓഫർ പ്രോ മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല കിഡിൽ ഓഫർ നമുക്ക് നമ്മൾ തന്നിട്ടാ. ആശാമാരെ ഇതാ. ഓക്കെ, അടുത്ത നമുക്ക് നേരെ മാക്സിലേക്ക് പോവാം. ഓക്കെ, പ്രോ മാക്സിൽ പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. നമുക്ക് ഒന്നും കൂടുതൽ അടിപൊളി വില കൊടുക്കാം. 256 നല്ല നാച്ചുറൽ കേട്ടോ. നാച്ചുറൽ കളർ ടൈറ്റാനിയം തന്നെ നിങ്ങൾക്ക് തരും. 256 3999. അതെ, സ്പെഷ്യൽ ഓഫർ ആട്ടോ. അപ്പൊ അത്രയും സാധനങ്ങൾ ഇങ്ങനെ അടുക്കിങ്ങനെ വെച്ചിങ്ങനെ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഓഫർ ആയിട്ട്. പെരുന്നാളായിട്ട് സാധനം സ്റ്റോക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് നല്ലോണം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പെരുന്നാൾ ദിവസം സ്റ്റോക്കിന് വില കൂടി ഇപ്പോൾ ഓൾറെഡി കൂടിയിട്ടുള്ളത്. പക്ഷെ നമ്മളെ കസ്റ്റമറിന് നമ്മൾ എന്താ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫർ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്കിൻ്റെ അതേ റേറ്റിന് സ്റ്റോക്ക് തീർന്നത് വരെ അതേ റേറ്റ് നമ്മൾ കൊടുക്കും. അതെ, 3999 പറഞ്ഞാൽ സെയിം പ്രൈസിന് തന്നെ കൊടുക്കും. ഒരു ദിർഹം പോലും ഇതിലധികം നിങ്ങൾ പേ ചെയ്യേണ്ടി വരില്ല. ഒരുപാട് പേര് കമന്റ് വായിച്ചിട്ടാണ് നമ്മൾ റിപ്ലൈ ചെയ്യുന്നത്. കമന്റുകളെല്ലാം നമ്മൾ പോകാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിച്ചോ. എല്ലാ കമന്റും നമ്മൾ റിപ്ലൈ വീഡിയോയിലൂടെ തരുന്നതായിരിക്കും. പക്ഷേ 3999 ചാനൽ ഫോളോ ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്. ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടാവും. വീഡിയോ ഇടുന്നതല്ല 20,000-30,000 പേര് കാണുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ മാതിരി നമ്മുടെ ഇത് ഗിവ് സത്യം പറഞ്ഞ പെരുന്നാളിന്റെ ഇടക്ക് വന്നുകൊണ്ട് ഞാൻ ഇതാണ് ഗിവ് കറക്റ്റ് അടുത്ത നമ്മൾ തിങ്കളാഴ്ച നമുക്ക് വെയിറ്റ് ചെയ്തോ. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഇനിയിപ്പോ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിലും ഈ ആഴ്ച വീഡിയോയിൽ നമ്മൾ എന്തായാലും കണ്ടിന്യൂ ഉറപ്പായിട്ട് നമ്മുടെ പെരുന്നാൾ കുറച്ച് വർക്ക് വന്നു. പിന്നെ ഷോപ്പിനൊക്കെ ഒന്നും കൂടി മോടി പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയത്. അപ്പോൾ സംഭവമൊക്കെ ഇവിടെ റെഡിയാണ്.
അടുത്ത വീഡിയോ എന്താ പൊളിച്ചെടുക്കാം. അതെ, ഈ ഒരു ഇതിലേക്ക് വരുന്നുണ്ടെന്നുള്ളൂ. അപ്പൊ ഞാനിപ്പോ അത് മറന്നുപോയി സത്യത്തിൽ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്ക് ഇടണമെന്ന് ഓരോ കാരണം വന്ന് മാറിപ്പോണം. എന്തായാലും ഇനിയുള്ള വീക്കിൽ നമ്മൾ എന്തായാലും കിടില ആ ഗീവ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വരുന്നുണ്ടാവും. ഒരുപാട് ഒരു വെയിറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും കമന്റ് അടിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു കിടില ഗീവ്. അതുകൊണ്ട് വീണ്ടും പറയാണ്, ചാനൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോയാൽ പോരാ, ചാനൽ ഫോളോ ചെയ്യണം. കമന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ഇടുക. കമന്റ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇട്ടോളൂ. അത് നല്ലതായാലും ചീത്തയായാലും ഇനി ഞങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതിന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെന്നുണ്ട് അത് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കമന്റ് എന്താ അത് മാറ്റങ്ങൾ വരുത്തും. കാരണം ഞങ്ങൾ മനുഷ്യന്മാരാണ്, തെറ്റുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവും, ചിലപ്പോൾ തിരുത്തേണ്ടതുണ്ടാവും. അത് തിരുത്തന്നെ ചെയ്യും. നിങ്ങൾ പക്ഷേ കമന്റ് ആയിട്ട് ഇടുക. ഇനി നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ധൈര്യത്തിൽ പറഞ്ഞോളൂ, ഞങ്ങൾ കേട്ടിരിക്കും. നന്മയാലും കുഴപ്പമില്ല. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്താക്കുക, നിർബന്ധമായിട്ട് ചാനൽ BBN ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അസ്കർ എന്റെ ചാനൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ട് വരുന്നതായിരിക്കും. അല്ലേ? ഓക്കെ, അപ്പൊ 15 Pro Max മാക്സ് നമുക്ക് 256 ഇനി 512ലേക്ക് പോവാം. 512 ആണ് നമുക്ക് ഒരു നല്ല റേറ്റ് കൊടുക്കാം. 4850 ആയിട്ട് കുഴപ്പമില്ല, 4800 തന്നെ കൊടുക്കാം. 512 കൊടുക്കാം. 1 TB ആണെങ്കിൽ അത് 512 നമ്മൾ കൊടുക്കുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം പറഞ്ഞാൽ 512 നമുക്ക് ഒരു കാര്യം ഇത്തവണ TR തന്നെ കൊടുക്കാം. TR 512 തന്നെ കൊടുക്കാം. ഇനി നമുക്ക് 1 TBയിലേക്ക് പോവാണെങ്കിൽ 5350 കൊടുക്കാം. 1 TB TR കൊടുക്കാം. നമുക്ക് ജപ്പാൻ ആണെങ്കിൽ 50 കൊണ്ട് കുറച്ച് കൊടുക്കാം. 5300 കൊടുക്കാം. 5300 ദിർഹത്തിന് 1 TB. 5200 ആയിരുന്നു ഇതിന് മുമ്പ് കൂടിയിരുന്നു. 5350 ഉണ്ടായിരുന്നു. 5200 കൊടുത്തില്ല. 4200 നമ്മള് പ്രോ ആണ് കൊടുത്തത്. 5200 ഇപ്പൊ 5200 അല്ലേ? 5350 5300 5350 TDR ആക്കി 300 ദിർഹം ഇതിന് അല്ലേ? 1 TBയുടെ പ്രൈസ് ആണ് മച്ചാമാരെ പറഞ്ഞത്. അപ്പൊ 1 TB 15 Pro Max പ്രോ കൊടുത്തിരുന്നു 5200, പിന്നെ 5100 ആയി, പിന്നെ 5000 ആയി, 4900 നമ്മൾ 1 TB ഇപ്പം കൊടുക്കുന്നത് പ്രോന്. അതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ഒരു കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ കുറഞ്ഞ് കുറച്ച് വർഷാവസാനം ആകുമ്പോൾ വില ഒന്നും ഉണ്ടാവില്ലെന്ന്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഓഫർ തരികയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഓഫർ തരികയാണ്. അപ്പോൾ 5 ഇറങ്ങി 5 ഇറങ്ങി കുറച്ച് നിങ്ങൾക്ക് ആ ഒരു സാറ്റിസ്ഫൈഡ്, നിങ്ങൾ ഹാപ്പി ആണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണത്. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്തായാലും പെരുന്നാൾ അടിച്ചു പൊളിക്കണം. അതിന്റെ കൂടെ നമുക്ക് ക്യാമറ ഒന്ന് തിരിച്ചു പിടിക്കാൻ പറയും. ഓക്കെ, ആളൊന്ന് കണ്ടോട്ടെ. ഓക്കെ. അപ്പൊ ഇതിപ്പോ നമ്മള് നാട്ടിൽ ഒരുപാട് പ്രാവശ്യം വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ കോഴിക്കോട് പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്, ദുബായിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഖത്തറിൽ നിന്ന് 4 ദിവസം. അപ്പൊ ഖത്തറിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് അടിച്ചോട്ടോ. ഖത്തറിൽ ആരുണ്ടെങ്കിൽ 4 ഫോൺ കൊണ്ടോണ്ടാ ഇപ്പോഴേ ഉണ്ട് അല്ലേ? എല്ലാരും പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് തന്നെ എനിക്കും പറയാനുള്ളത് കേട്ടോ. ഒരു കാര്യം എനിക്കും പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് പറഞ്ഞു വിടുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ജെന്യൂൻ ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് നിങ്ങളുടെ ഇതിൽ കണ്ടിൽ കൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നല്ലോണം നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അതാണ്. കൂടുതൽ വശങ്ങൾ കുടുംബത്തിനേക്കാളും കൂടുതൽ വെച്ചാൽ മക്കളാണ് ഇറക്കുന്നത്. സത്യം പറഞ്ഞാൽ ചില ആളുകൾ വന്നിട്ട് അവരെ കയ്യിൽ ചെറിയ ഫോൺ ഉണ്ടാവുക, അവർക്ക് ചിലപ്പോൾ മോഡൽ പറയാൻ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അവർ വന്നിട്ട് പറയാണ്, ഇന്നേ വീഡിയോ കണ്ടിട്ടുണ്ട്, എന്റെ മോൻ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞാണ്, അതുകൊണ്ട് നിങ്ങൾ അത് എന്തായാലും തന്നേ പറ്റൂ, നിങ്ങളെ വിശ്വസിച്ചിട്ട് അങ്ങനെ തോന്നുന്നത് സാധനം കറക്റ്റ് അതേ വിലക്ക് തരും. അത് അതിലൊന്നും നിങ്ങൾ പേടിക്കണം. കാരണം അവർക്ക് മോഡൽ പോലും പറയാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് പോരി ധൈര്യത്തിൽ നമ്മൾ പറഞ്ഞ വിലക്ക് ആ സാധനങ്ങൾ തന്നിരിക്കും. ഇപ്പൊ ഒരുപാട് ഗൾഫ് കൺട്രീസിൽ ഒരുപാട് പേര് പെരുന്നാളിൽ വരുന്നുണ്ട്. അവരെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് മേടിച്ചിട്ട് പോകാം. അതെ, തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ ബാക്കി സ്ഥലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, GCCയിൽ ഒരേ ഒരു സ്ഥലത്തെ വില കുറവുള്ളത്. എന്തുകൊണ്ടാണ് ദുബൈയിൽ വില കുറവ് വെച്ചാൽ, നമ്മൾ ടോട്ടല് ഐഫോണിന്റെ അല്ലെങ്കിൽ വേറെ ഫോൺ എടുക്കുകയാണെങ്കിൽ 6 കൺട്രിയിൽ മാത്രമാണ് വില കുറവ്. അതിൽ GCCയിൽ സ്പെഷ്യലായിട്ട് ദുബായിൽ വില കുറവാണ്. ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ദുബായ് മൊബൈൽ മാർക്കറ്റിലാണ് ഏറ്റവും വില കുറവിൽ ഫോൺ കിട്ടുക. അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് ആവും അല്ലേ? അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് നമ്മൾ പെരുന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകളൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കും. ഓക്കെ. തള്ളു കുറച്ച്